അതല്ലാതെ സിറ്റികളിൽ ഇങ്ങനത്തെ ഒരു സംഭവം സിറ്റിയിൽ ടോൾ പിരിവ് നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഈ ഒരു സ്ഥലത്തിൽ നമുക്ക് ഈ ഒരു ക്യാബിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ വർക്കിംഗ് ചെയ്യുന്നതാണ്. അത് ഇതേപോലെ കയറി മതി. അതിന് ശേഷം ഇവിടെ സെറ്റിങ്സിൽ ട്രാഫിക് കാർ ഡെൻസിറ്റി കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വണ്ടികൾ വരുന്ന അനുസരിച്ച് നമുക്ക് 50 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കും. ഇതേപോലെ ടോൾ പിരിവ് നടത്തുന്ന വേറെ സ്ഥലങ്ങൾ നമ്മുടെ സിറ്റിയിലുണ്ട്. വേറെ സ്ഥലത്ത് നമുക്ക് അതിലും കൂടുതൽ കിട്ടും. ചിലവരുടെ മൊബൈലിലൊന്നും ഈ ടോൾ പിരിവ് വർക്കിംഗ് അല്ല. എൻ്റെ മൊബൈലും അതേപോലെ വർക്കിംഗ് ഒന്നുമല്ല. എനിക്ക് അങ്ങനെ വണ്ടികളൊന്നും വരത്തില്ല. അപ്പം വർക്കിംഗ് ആയവരുടെ മൊബൈലിലൊക്കെ ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് നല്ലോണം ക്യാഷ് സമ്പാദിക്കാൻ പറ്റും. ഇതിൽ നിന്ന് ക്യാഷ് സമ്പാദിച്ച ആ പൈസ കൊണ്ട് അതേപോലെ ഈ കടകളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കുറച്ചധികം ക്യാഷ് സമ്പാദിക്കാം. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പച്ചപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം, അതായത് ഒരു കുറച്ച് രൂപ നമുക്ക് അതിൽ നിന്ന് സമ്പാദിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ലെവൽസ് കളിച്ച് നോക്കിയാലും അതേപോലെ പൈസയൊക്കെ നമുക്ക് സമ്പാദിക്കാം. അതല്ലാതെ നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കുമ്പോൾ നമ്മൾ വണ്ടികളൊക്കെ നല്ലോണം മോഡിഫൈ ചെയ്തത് വണ്ടിയൊക്കെ വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസയ്ക്ക് നമുക്കത് വിൽക്കാൻ സാധിക്കും. മോഡിഫൈ എന്ന് പറഞ്ഞാൽ നല്ലോണം സ്റ്റിക്കർ വർക്ക് കയറ്റണം. ഇതേപോലെ ഒന്നുമല്ല, അത്യാവശ്യം നല്ലോണം സ്റ്റിക്കർ വർക്ക് കയറ്റണം, എന്നാലേ അവർ വണ്ടി വാങ്ങത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നല്ലോണം കുറേ ടിപ്സുകളുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.